അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരു ജീവിതം മാത്രം
അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്മുർന്ന സഭയ്ക്കുള്ള ദൂതിൽ നാം കാണുന്നു, സ്മുർന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവരനുഭവിക്കുകയാണ് എന്ന്. സ്മുർന്ന എന്ന വാക്കിന് കയ്പ് എന്നാണ് അർത്ഥം. മൂര് എന്ന പദത്തിൽ നിന്നാണ് സ്മുർന്ന എന്ന പദം വന്നത്. മൂര് കഷ്ടതയെ കാണിക്കുന്നു. മൂര് കർത്താവായ യേശുവിൻ്റെ പീഡാനുഭവത്തെ കാണിക്കുന്നു. അന്ന് വിദ്വാൻമാർ ശിശുവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ അർപ്പിക്കാൻ കൊണ്ടുവന്നത് പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവയാണ്. പൊന്ന് യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ കാണിക്കുന്നു. മൂര് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ കാണിക്കുന്നു, പ്രവാചക ശുശ്രൂഷ. കുന്തിരിക്കം യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കാണിക്കുന്നു, പൗരോഹിത്യ ശുശ്രൂഷ. കുന്തിരിക്കം, പൊന്ന്, മൂര്, കുന്തിരിക്കം. ഈ മൂര് അത് തീയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് സുഗന്ധമാണ്. സുഗന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഒരാൾ പഴിക്കുകയോ ദുഷിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ഈർഷ്യയും വരാതെ, ആളോട് നമ്മുടെ ഹൃദയത്തിൽ ഒരിറ്റു പോലും കയ്പ് വരാതെ ഹൃദയത്തിൽ സ്നേഹം തിങ്ങി നിൽക്കുന്നുവെങ്കിൽ അതാണ് ഈ സുഗന്ധം. മൂര് തീയിലിട്ട് കഴിയുമ്പോൾ സുഗന്ധം പുറപ്പെടുന്നു. നല്ല സുരഭിലമായ, നല്ല നറുമണം പേറുന്ന നല്ല അനുഭവം നമുക്ക് ലഭിക്കുന്നു. മൂര് തീയിൽ ഇട്ട് ഉരുക്കുന്നു. നാം അതുപോലെ ഉരുകുന്ന അനുഭവത്തിൽ ഒന്നു വരും. നിരന്തരം പ്രതിസന്ധി. മാനുഷിക സ്വഭാവം അനുസരിച്ച് നാം നമ്മെ തന്നെ ശപിക്കും. ഞാൻ എന്തിന് ഈ വീട്ടിലേക്ക് കയറി വന്നു, ഞാൻ എന്തിന് ജനിച്ചു, അയ്യോ ഞാൻ മരിച്ചുപോയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തന്നെ ശപിക്കും. തന്നെ പ്രാകും, മറ്റുള്ളവരെയും പ്രാകും. മനുഷ്യ സഹജമായ സ്വഭാവമാണ്. മറ്റുള്ളവരെയും കുറ്റം കണ്ടെത്തും. എനിക്ക് പ്രയാസം വന്ന് ഇന്നയാൾ ഇന്ന വിധത്തിൽ ചെയ്തുകൊണ്ടാണെന്നൊക്കെ നാം ഓരോരുത്തരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ സകല നാശം ഉണ്ടായതെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്ന അമ്മായിയമ്മമാരുണ്ട്. ഇവൾ വന്നതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോയി എന്ന് പറയുന്ന അമ്മായിയമ്മമാരുണ്ട്. ഞാൻ ഈ വീട്ടിൽ വന്നതുകൊണ്ട് എൻ്റെ ജീവിതം തുലച്ചു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുണ്ട്. അനേക കുടുംബങ്ങൾ, ഇന്ന് കുടുംബങ്ങളെല്ലാം കലങ്ങിക്കിടക്കുകയല്ലേ. കലങ്ങിയ കുടുംബങ്ങൾ, ദുരിതം പേറുന്ന കുടുംബങ്ങൾ, എന്നും ഈ യാതന തന്നെ, എന്നും ഹൃദയത്തിൽ ദുഃഖം മാത്രം. പക്ഷേ ഈ ദുഃഖം വരുമ്പോൾ, മൂര് തീയിലിടുമ്പോൾ സുഗന്ധം പൊങ്ങുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം വരണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സുഗന്ധം വരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്മ മാത്രം വരണം. അവിടെ നിന്ന് സ്വാഭാവികമായി വരുന്ന നന്മ മാത്രമായിരിക്കണം. ആരെല്ലാം പഴിച്ചാലും, ആരെല്ലാം ദുഷിച്ചാലും, ആരെല്ലാം നമ്മെ കുറ്റം പറഞ്ഞാലും, ആരെല്ലാം നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുത്തിയാലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് സുഗന്ധം മാത്രം, സ്നേഹം മാത്രം. ഒരു വഴക്കുമില്ല, ആരോടും ഒരു പിണക്കവുമില്ല. പണ്ട് എബ്രഹാം ലിങ്കൺ ആദ്യമായി പ്രസിഡൻ്റായതിനു ശേഷം ജെറ്റിസ്ബർഗ് വെച്ച് ചെയ്ത ഒരു പ്രസംഗമുണ്ട്. ജെറ്റിസ്ബർഗ് അവിടെ പ്രസംഗമുണ്ട്. വിത്ത് മാരേജ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ആരോടും പ്രയാസമില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും നീരസമില്ല. വിത്ത് മാരേജ് ടുവേർഡ്സ് നൺ, ആരോടുമില്ല, ആരോടും എനിക്ക് വൈരാഗ്യമില്ല. എതിരാളികളുണ്ട്, എന്നെ വേദനിപ്പിച്ചവരുണ്ട്,
പക്ഷേ അതൊന്നും എൻ്റെ ചിന്താവിഷയമല്ല, ആരോടും വൈരാഗ്യമില്ല. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. വിത്ത് ചാരിറ്റി, എൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, ധാർമ്മികമായ സ്നേഹം. എൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹം മാത്രമേ ഉള്ളൂ. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പറയാൻ പറ്റുമോ എബ്രഹാം ലിങ്കൺ മഹാനായിരുന്നു ഇതിന് പറയാൻ പറ്റി? നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ ഉപദ്രവിച്ചവർ, നമുക്ക് ദോഷം വരുത്തിയവർ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തടഞ്ഞവർ, നമ്മുടെ മുന്നോട്ടുള്ള ഗതിയിൽ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചവർ, പല വിധത്തിൽ നമ്മളെ അസൂയാലുക്കൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നമുക്ക് ഹൃദയത്തിൽ കയ്പായിരിക്കാതെ ഈ സുഗന്ധം പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? സ്നേഹത്തിൻ്റെ സുഗന്ധം. സ്തോത്രം. സ്നേഹത്തിന് സുഗന്ധമുണ്ട്. നമ്മുടെ വീടുകൾ സ്നേഹത്തിന് നികേതനങ്ങളായി മാറണം. നമ്മുടെ ഭവനങ്ങൾ, ഓരോ വീട്ടിലും ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസമോ ചണ്ടയോ ഉണ്ടാകരുത്. എന്തെങ്കിലും ഒരു അറിയാതെ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നുപോയാൽ തന്നെയും അവിടെ സൗമ്യമായിട്ടല്ലാതെ ഒരിക്കലും നാം കോപിക്കരുത്, ഒരിക്കലും കോപിച്ച് ഗർജിക്കരുത്, ഒരിക്കലും കോപിച്ച് അട്ടഹസിക്കരുത്, ഒരിക്കലും കോപിച്ച് ചീത്തവാക്കുകൾ പറയരുത്. ഒരു കാരണവശാലും നമ്മുടെ നാവിൽ നിന്ന് അരുതാത്തൊരു വാക്ക് പുറത്ത് വരരുത്. സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. മൂവര് കഷ്ടതയെ കാണിക്കും. സ്മർണ്ണ കഷ്ടതയുടെ സഭയാണ്, കഷ്ടത സഹിച്ച സഭയാണ്. അതാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ കഷ്ടതയെ അറിയുന്നുണ്ട്. അതൊരു സന്തോഷകാര്യമാണ്. ദൈവം അറിയുന്നുണ്ടല്ല, ഞാൻ നിൻ്റെ കഷ്ടത അറിയുന്നു. സ്നേഹിത, നീ എൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന നിൻ്റെ യാതനകൾ കർത്താവ് അറിയുന്നു. മകളെ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെ എല്ലാം സംഭവിക്കുന്നത്. യേശുക്രിസ്തു എല്ലാം അറിയുന്നു. ഞാൻ നിൻ്റെ കഷ്ടത അറിയുന്നു. മാത്രമല്ല, നിൻ്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. നിനക്ക് പലതിലും ദാരിദ്ര്യമുണ്ട്. ആഹാരത്തിന് ദാരിദ്ര്യമുണ്ട്, ചിലപ്പോൾ പൈസയ്ക്ക് ദാരിദ്ര്യമുണ്ട്, ചിലപ്പോൾ സ്നേഹത്തിന് ദാരിദ്ര്യമുണ്ട്. സ്നേഹമില്ല. എല്ലാം ഉണ്ട്, പക്ഷേ സ്നേഹമില്ല. അല്ല, എങ്ങനെ വലിയ പല കുടുംബങ്ങളും നിങ്ങൾക്ക് അറിയരുതോ? നിങ്ങളുടെ കുടുംബങ്ങളുടെ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് നോക്കരുതോ? സ്നേഹത്തിന് ദാരിദ്ര്യം, സ്നേഹമില്ല. സ്നേഹത്തിന് പട്ടിണി, സ്നേഹമില്ല. എല്ലാം ഉണ്ട്. മക്കളുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സ്നേഹം മാത്രമില്ല. സ്നേഹത്തിന് ദാരിദ്ര്യം. ഞാൻ നിൻ്റെ കഷ്ടതയും നിൻ്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. എല്ലാം കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു ആശ്വാസമല്ലേ? എല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ വേദനകൾ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ ദുരിതങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. എല്ലാം കർത്താവ് കാണുന്നു. സ്തോത്രം. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. നീ ലോകപ്രകാരം നീ ധനവാനാണ്, അതെനിക്കറിയാം. പക്ഷേ നീ ആത്മാവിൽ നോക്കുമ്പോൾ നീ വാസ്തവത്തിൽ ഒരു ദരിദ്രസ്ഥിതിയിലാണ് നിൻ്റെ അവസ്ഥ. അടുത്ത് പറയുന്നു, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നതെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദോഷണം അറിയുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ സാത്താൻ്റെ പള്ളിക്കാരുണ്ട്. സാത്താൻ്റെ പള്ളിക്കാർ നോക്കണേ, ഈ അടുത്ത കാലത്താണ് സാത്താൻ സഭ ഉണ്ടായത്. സാത്താൻ സഭ, സേറ്റ്നിക് വർഷിപ്പ് എന്ന് പറയും. സാത്താൻ്റെ ആരാധന, സാത്താന്യ ആരാധന നമ്മുടെ ഈ കേരളത്തിൽ പല പട്ടണങ്ങളിലും പല ഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. ചില കുട്ടികളെ കാണാതാകുമെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ അതും ഉണ്ടോ? ആർക്കറിയാം? കുട്ടികൾ ചിലരെ കാണാതാകുന്നു. സാത്താൻ സഭക്കാർ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നതാണോ? ആർക്കറിയാം? കുട്ടികളെ ബലിയർപ്പിക്കുക. ബലി അവരുടെ സാത്താൻ്റെ കുർബാന എന്ന് പറയുന്ന ബലിയാണ്. ആ ബലി മനുഷ്യരെ കൊന്നാണ്. എത്രയോ പെൺകുട്ടികൾ പെടഞ്ഞു മരിക്കുന്നു. അവർ സ്വമേധയാ തന്നെ പോയി അവിടെ വീഴുന്നതല്ലാതെ അവരെ പിടിച്ചുകൊണ്ട് പോവുകയല്ല. പിടിച്ചുകൊണ്ട് പോയി ആക്കും, സാത്താൻ സഭയിലാക്കും. പിന്നീട് അവർ തന്നെ അതിന് വിധേയരായിത്തീരുന്നു. ഒരു വലിയൊരു കർമ്മം ചെയ്യുകയാണെന്ന് അവരുടെ ധാരണ. സാത്താനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം ദുഷ്കൃതങ്ങൾ, വേണ്ടാതരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സാത്താൻ്റെ പള്ളിക്കാർ, സാത്താനുണ്ട് പള്ളികൾ. ഞാൻ ഭയത്തോടെ പറയട്ടെ, ഇന്നത്തെ പല പള്ളികളും സാത്താൻ്റെ ആയോ? ഇന്നത്തെ അനേകം പള്ളികൾ, ഇന്ന സഭയുടെ ഞാൻ പറയുന്നില്ല, എല്ലാ ആരാധനാ സ്ഥലങ്ങളും അവിടെയും സാത്താൻ തുഴഞ്ഞു കിടക്കുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു, അവിടെ ഭിന്നതയുണ്ടാക്കുന്നു. സാത്താനാണ് അതിൻ്റെ പിന്നിൽ. ഇടവകയിൽ തന്നെ, ഒരു പള്ളിയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുന്നു, ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. പിശാചിൻ്റെ പണിയാണത്. എങ്ങനെയും കർത്താവിൻ്റെ വേലയെ തടുക്കണമെന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്യമം. അത് വേറൊന്നുമില്ല. ഈ പിശാചിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ വേലയെ തടുക്കുക, സുവിശേഷം പരക്കാതിരിക്കുക, സുവിശേഷത്തിൻ്റെ വളർച്ചയെ തടയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്യമം. ഇന്ന് അനേകം ദേവാലയങ്ങൾ കർത്താവിനെതിരായിട്ട് നിൽക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്കെതിരായി നിൽക്കുന്നു, സുവിശേഷ വേലയ്ക്കെതിരായി നിൽക്കുന്നു. ഇന്ന് ദൈവാലയങ്ങൾ വാസ്തവത്തിൽ കർത്താവിന് സുവിശേഷം പരത്തേണ്ടതായ കേന്ദ്ര സ്ഥാനങ്ങളായി മാറേണ്ടതാണ്. പക്ഷേ അങ്ങനെ ആകുന്നില്ല. സുവിശേഷം പരക്കേണ്ടതാണ്.
സുവിശേഷം വ്യാപിക്കേണ്ടതാണ്. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നാം സുവിശേഷകരായി തീരേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ കഷ്ടത അറിയുന്നു, നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു. ലോകപ്രകാരം നീ ധനവാനാണ്, പക്ഷേ നിനക്ക് ദാരിദ്ര്യമാണ്. ആത്മീയമായി നിനക്കൊന്നുമില്ല. ഞാൻ നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു. മാത്രമല്ല, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവർ. അവർ ദൂഷണം അറിയുന്നു, അവർ ദൂഷണം പറയുന്നു. യഹൂദരല്ല, പക്ഷേ അവർ പറയുന്നത് യഹൂദരാണ് ഞങ്ങളെന്നാണ്. അങ്ങനെ യഹൂദരാണ് എന്ന് പറയുന്ന യഹൂദരല്ലാത്തവർ സാത്താൻ്റെ പള്ളിക്കാരാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നു, പക്ഷേ ക്രിസ്ത്യത്തിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. പള്ളിമേടയിലിരുന്ന് മദ്യപിക്കും, കുർബാന അച്ഛൻ മതമായി ചൊല്ലിക്കൊണ്ടിരിക്കും. അവിടെ പ്രധാനപ്പെട്ട നാട്ടിലെ പ്രമാണിമാർ പള്ളിമേടയിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാമാണ് ഇന്ന് നടക്കുന്നത്. സങ്കടകരമായ കാര്യമാണ്, വളരെ ദയനീയമായ കാര്യമാണ്. സാത്താൻ്റെ പള്ളിക്കാർ ഇന്ന് അനേകം പള്ളികൾ സാത്താൻ്റെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട്. ആക്രോശങ്ങളും അട്ടഹാസങ്ങളും മുഴങ്ങുന്നു, ചീത്തവിളികളും കൊള്ളാത്ത വാക്കുകളും അവിടെ മുഴങ്ങുന്നു. ഇതെല്ലാം പള്ളിയിൽ, സാത്താൻ്റെ പള്ളിയിൽ നടക്കുന്നു. നമ്മുടെ പല പരിശുദ്ധമായ ദേവാലയങ്ങളിൽ നിന്ന് സാത്താൻ്റെ പള്ളിയായി തീർന്നിട്ടുണ്ടോ? ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമാണ് ഉത്തരവാദികൾ. നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം. ഞാനൊരാൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി അവിടെ നിൽക്കും. ഞാനൊരാൾ യേശുക്രിസ്തുവിൻ്റെ ഭാവത്തോടെ ഞാൻ നിൽക്കും, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഞാൻ നിൽക്കും. അത് നമുക്ക് തീരുമാനിക്കാം, വേറെ ആരെയും നോക്കണ്ട. ഞാനൊരാൾ എനിക്കാകുന്നതുപോലെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഞാൻ നിൽക്കും. ആരോടും പരിഭവമില്ലാതെ, ആരോടും പിണക്കമില്ലാതെ, ആരെയും ദ്വേഷിക്കാതെ, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഒരാൾ നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് നിൽക്കുമെങ്കിൽ 1, 2, 2, 10, 10, 100 അങ്ങനെ എണ്ണം കൂടിക്കൂടി വരും. അനേകരെ വെളിച്ചമുള്ളവരായി നിൽക്കും. അങ്ങനെയുള്ള ഇടവക വെളിച്ചത്തിൻ്റെ ഇടവകയായിത്തീരും. അങ്ങനെയുള്ള സഭ വെളിച്ചത്തിൻ്റെ സഭയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭകൾ ധാരാളമുണ്ട്. റോമൻ കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമാ സഭ, CSI സഭ, ഇവാഞ്ചലിക്കൽ സഭ, പെന്തക്കോസ്ത് സഭകൾ, ബ്രദറൻ സഭകൾ ധാരാളമുണ്ട്. ഈ സഭകളിലെല്ലാം അവിടെ നല്ല നല്ല പന്തം പോലെ പ്രസവിക്കുന്നവർ കാണും. അത് ഇന്ന സഭയിൽ നിന്നില്ല, എല്ലാ സഭകളിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സഭകളിലും. അത് ഓർത്തഡോക്സ് സഭയിൽ, അതുപോലെ തന്നെ യാക്കോബായ സഭയിൽ, അതുപോലെ തന്നെ മാർത്തോമാ സഭയിൽ എല്ലാം വിശുദ്ധന്മാർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് പരിചയമില്ലായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അവിടെയും നല്ല നല്ല ആളുകൾ കാണും, സത്യവിശ്വാസികൾ കാണും. ഓരോ സഭയിലും ചുരുക്കമായിരിക്കും, വളരെ ഒരു ന്യൂനപക്ഷമായിരിക്കും, പക്ഷേ സത്യവിശ്വാസികൾ കാണും. എല്ലാ സഭയിലും, കത്തോലിക്ക സഭയിലും, CSI സഭയിലും, ക്നാനായ സഭയിലും, ഏത് സഭയിലും കാണും വിശുദ്ധന്മാർ. എന്നാൽ അതുകൊണ്ടൊരു സഭയെയും നമുക്ക് താഴ്ത്തി പറയുന്ന നിർവാഹമില്ല, ഒരു സഭയെയും പൂഴ്ത്തി പറയുന്ന നിർവാഹമില്ല. സഭകൾ ഒട്ടാകെ ഇന്ന് ക്രിസ്തുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ സഭകൾ തങ്ങളെ തന്നെ മറന്നുപോയിരിക്കുന്നു. ഒന്നാമത്തെ തലമുറയിൽ സഭകൾ നല്ല ഉണർവുള്ളവരായിരുന്നു, നല്ല ശക്തിയുള്ളവരായിരുന്നു, ആത്മ തേജസ്സുള്ളവരായിരുന്നു, കഷ്ടത സഹിക്കാൻ മനസ്സുള്ളവരായിരുന്നു. എന്നാൽ അടുത്ത തലമുറയായപ്പോഴേക്കും വീര്യം കുറഞ്ഞു വന്നു, ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞു വന്നു, ആത്മാവിൻ്റെ അഭിഷേകം മങ്ങി വന്നു. മൂന്നാമത്തെ തലമുറയായപ്പോഴേക്കും ഇതാ മിക്കവാറും ആത്മാഭിഷേകമുള്ളവർ അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം വളരെ ചുരുക്കം പേര് മാത്രം. അടുത്ത തലമുറ എന്തായിരിക്കും സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ലോകം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് ക്രൈസ്തവർ എന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളല്ല, ആ രീതിയിലായിപ്പോയി. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ അനുയായികളല്ല. അതാണ് പറയുന്നത്. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നെങ്കിലും ക്രിസ്ത്യാനികളല്ല, ക്രിസ്തുവിൻ്റെ അനുയായികളല്ല, നാമധേയ ക്രിസ്ത്യാനികൾ, പേരിന് മാത്രം ക്രിസ്ത്യാനികൾ. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളിക്കോല്, വെള്ളിയൊന്നുമില്ല, വെള്ളിക്കോൽ എന്ന പേര്. എന്തുകൊണ്ട് അങ്ങനെ പേരൊന്നും അറിയാൻ പാടില്ല. വെള്ളിക്കോൽ, വെള്ളിയില്ല. നെയ്യപ്പം, നെയ്യില്ല, നെയ്യപ്പം എന്ന പേര്. നാമധേയ ക്രിസ്ത്യാനി എന്നാണ് പേര്, പക്ഷേ പേരേ ഉള്ളൂ, അനുഭവത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് ആഗ്രഹിക്കാമോ എൻ്റെ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കും നിൽക്കണമെന്ന്, ഒരു സത്യവിശ്വാസിയായി നിൽക്കണമെന്ന്, ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് ജീവിക്കണമെന്ന്, ക്രിസ്തു പ്രസാദിക്കാത്തതെല്ലാം എൻ്റെ നിശ്ശേഷം മാറ്റിക്കളയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാമോ? ക്രിസ്തു പ്രസാദിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നൊരു ഉറപ്പേറിയ നിർണ്ണയം നിങ്ങൾക്കുണ്ടാകുമോ? എങ്കിൽ ഭാഗ്യം പ്രിയപ്പെട്ടവരെ.
അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കളിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. നിങ്ങളെ ദുഷിക്കുന്നവരുണ്ട്. സാത്താൻ്റെ പള്ളിക്കാരാണ്. ക്രിസ്ത്യാനികളെന്നാണ് പേര്, പക്ഷേ സാത്താൻ്റെ പള്ളിക്കാരാണ്. നിങ്ങളെ ദുഷിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട. സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സാത്താൻ്റെ പള്ളിക്കാരനെ ഉപദ്രവിച്ചെന്ന് വരും. സ്വന്തക്കാർ തന്നെ, സ്വന്തം സഭയുള്ളവർ തന്നെ, ഒരുപക്ഷെ ഒരു പള്ളിയിൽ കൂടുന്നവർ തന്നെ ഉപദ്രവിച്ചെന്ന് വരും. നീ പേടിക്കേണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിപ്പാനുണ്ട്, സഹിക്കേണ്ടി വരും. ഇന്ന് സഹിക്കുന്നുവെങ്കിൽ അന്ന് കൂടെ വാഴും. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം താൽക്കാലികമല്ലേ, ക്ഷണികമല്ലേ, ഏതാനും നാളേക്ക് മാത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഏത് സമയത്തും എൻ്റെ ജീവിതത്തിൽ മരണം വരാമല്ലോ. ഞാൻ യേശു ഇല്ലെങ്കിൽ ഞാൻ നിത്യ അന്ധകാരത്തേക്ക് പോകുമല്ലോ. എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നില്ലെങ്കിൽ ഞാൻ നിത്യമായി തീപ്പൊയ്യിലേക്ക് പോകുമല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കല്ലേ. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തമായ ധാരണ വേണം. എൻ്റെ ജീവിതം നിത്യനായ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ദൈവം പ്രസാദിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്. ഇപ്പോൾ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒട്ടേറെ ആളുകൾ ഇരിക്കുന്നു, അനേക ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇത് സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും ക്രിസ്തീയ ജീവിതം, എന്ത് മനോഹരമായിരിക്കും. നമ്മുടെ നാട് എന്തുമാത്രം ഐശ്വര്യപ്പെടും. ക്രിസ്തു, അദൃശ്യനായ ക്രിസ്തു, എന്നെ സ്നേഹിച്ച് തൻ്റെ ജീവൻ കുരിശിൽ അർപ്പിച്ച ക്രിസ്തു, എന്നെ സ്നേഹിച്ച് എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകുവാൻ തിരക്തം ചിന്തിയ ക്രിസ്തു, എൻ്റെ ഉടമസ്ഥനായ യേശു എന്നിൽ പ്രസാദിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ആശ്വാസം പറയട്ടെ. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അതായിരുന്നു. ഒരു കാര്യത്തിലും തെറ്റുപറ്റരുത്. ഒരു കാര്യത്തിലും മനസ്സറിഞ്ഞ് തെറ്റുപറ്റരുത്. അപ്പോഴും എനിക്ക് കോപമുള്ള കാലമാണ്. എനിക്ക് ശുണ്ഠി പിടിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ മുൻകോപമുള്ള ആളായിരുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, അന്നും ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു. അന്നും ആളുകൾ എന്നെ മാനിക്കണം, എന്നെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അതൊന്നും പാവമാണ് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആളുകൾ പറയുന്ന പാവം മദ്യപാനം, വേശ്യാവൃത്തി, കൊലപാതകം, മോഷണം, ഇതൊക്കെയല്ലേ, അതൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ സംതൃപ്തനായി കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷേ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ദാഹമുണ്ടായി. അത് കർത്താവ് തന്ന ദാഹമാണ്. ഒരു കാര്യത്തിനും തെറ്റ് പറ്റാതെ നിൽക്കണം. മനസ്സറിഞ്ഞൊരു തെറ്റിൽ വീഴരുത്. അത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഭാഗ്യവശാൽ അനേകം അപകടങ്ങൾ എനിക്ക് ഒഴിവായി കിട്ടി. അനേകം അപകടങ്ങൾ. ഞാൻ വീണു പോകേണ്ട പല രംഗങ്ങളും വന്നിരുന്നു. പലപ്പോഴും ഞാൻ വീണു പോകുമായിരുന്നു. കാരണം മനുഷ്യപ്രകൃതിയിൽ ഞാൻ വീണു പോകേണ്ടവനാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്ക് ചുറ്റും ഒരു കോട്ട കെട്ടിയിരുന്നു, ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നു, ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു. അതുകൊണ്ട് അതിനപ്പുറം പോകാനിടയായില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിലൊരു നിഷ്ഠ വേണം. എൻ്റെ കർത്താവേ, എനിക്ക് മനസ്സറിഞ്ഞൊരു തെറ്റ് വരാതെ ജീവിക്കണം. യേശുക്രിസ്തുവിനെ പ്രസാദമുള്ളൊരു ജീവിതം എനിക്ക് നയിക്കണം. യേശുക്രിസ്തു സന്തോഷിക്കുന്നൊരു ജീവിതം എനിക്ക് നയിക്കണം. കർത്താവേ, എൻ്റെ ഇതുവരെയുള്ള ജീവിതം അങ്ങനെ ആയിട്ടില്ല. ഇനിയുള്ള ജീവിതം ഏത് സഭയിൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നോ അവിടെ നിൽക്ക്. ഏത് സഭയിലോ ഈ സമുദായത്തിൽ നിൽക്കുന്നോ, ഏത് പള്ളിയിൽ കൂടുന്നോ അവിടെ തന്നെ വയ്ക്കോ. അതൊന്നും മാറണ്ട. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യൂ. യേശു, രഹസ്യങ്ങൾ കാണുന്ന യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ ബാല്യകാലത്തെ അരിഷ്ടതകൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നിരാശ മുറ്റിയ ജീവിതമാകെ വിരസമായി പോയിരുന്ന ജീവിതം, ഏതാണ്ട് ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഭാവി എല്ലാം തകർന്നു എന്ന് കരുതിയ ജീവിതം ക്രിസ്തുവിന് കൈമാറിക്കഴിഞ്ഞപ്പോൾ അപ്പോഴുണ്ട് എന്നെ കർത്താവ് കൈപിടിച്ച് നടത്താൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെടുന്നു. ഓരോരോ കാര്യങ്ങൾ ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വന്നത്? ഞാൻ ഈ സുവിശേഷത്തിൻ്റെ രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്? എന്തൊരു അത്ഭുതമാണത്. ഞാൻ ഈ കർത്താവിൻ്റെ വചനം കേൾക്കാൻ എനിക്ക് ഇമ്പമായത് എന്തുകൊണ്ടാണ്? അതൊരത്ഭുതമാണ്. കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വന്നത് എന്തുകൊണ്ടാണ്? അതും ഒരു അത്ഭുതമാണ്. ഞാൻ ആകെ അവസാനം ഞാൻ പറയും, കർത്താവേ, ഇതെല്ലാം നിൻ്റെ ദയ, നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം മാത്രം. നീ എന്നെ സ്നേഹിച്ചു, നീ എന്നെ ആനയിച്ചു, നീ എന്നെ സ്നേഹത്തിലേക്ക് നയിച്ചു, കുരിശിൻ്റെ ചുവട്ടിലേക്ക് നീ എന്നെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുരിശിൻ്റെ ചുവട്ടിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, കുരിശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ അവിടെ ത്യാഗം നാം കാണുന്നു. അവിടെ ഒഴുകുന്ന തിരക്തത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നാം കാണുന്നു. കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ നാം യേശുവിൻ്റെ സ്നേഹത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളുടെ മേൽ ആ സ്നേഹം ചൊരിയാൻ കർത്താവ് കാത്തു നിൽക്കുകയാണ്. ആ സ്നേഹം, ആ അമൂല്യ സ്നേഹം നിങ്ങളുടെ മേൽ പകരാൻ കർത്താവ് കാത്തു നിൽക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിങ്ങളിലേക്ക് പകരാൻ കർത്താവ് കാത്തു നിൽക്കുന്നു. എന്താ വേണ്ടത്? മോനെ, നീ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവേ, ഇനി ഞാൻ എൻ്റെ അല്ല, ഞാൻ നിൻ്റേതാണ്. നീയാണ് എൻ്റെ ഉടമസ്ഥൻ, നീയാണ് എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ ഗുരുനാഥൻ, നീയാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവ്, ഇത്രയും കാലം വെറുതെ പാഴായിപ്പോയല്ലോ കർത്താവേ, വർഷങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ കർത്താവേ. ഇനി യേശുവേ, ഇനി ഞാൻ നിൻ്റെ മാത്രം മക, വേറെ ആർക്കും എൻ്റെ മേലെ അവകാശം ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ഉടയവൻ യേശുവാണ്, എൻ്റെ ഉടമസ്ഥൻ യേശുവാണ്, എൻ്റെ രക്ഷകർത്താവ് യേശുവാണ്, എൻ്റെ അപ്പൻ യേശുവാണ്, എൻ്റെ നാഥൻ യേശുവാണ്, എൻ്റെ രക്ഷകൻ യേശുവാണ്. എൻ്റെ യേശു എനിക്ക് സകലത്തിലും സകലവുമായി നിൽക്കുന്നു. യേശു ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മകനെ, നിൻ്റെ ഹൃദയം നീ എനിക്ക് വിട്ടുതരുമോ? എൻ്റെ ഈ കൈകളിലെ ആണിപ്പാട് നീ കാണൂ, രക്തം തുളിച്ച് നിൽക്കുന്നത് നീ കാണൂ. നിനക്ക് വേണ്ടി ചിന്തിയ രക്തമാണ് മോനെ, നിനക്ക് വേണ്ടി മാത്രമാണ് മോളെ, നിനക്ക് വേണ്ടി മാത്രമാണ് ഈ രക്തം ചിന്തിയത്. നിൻ്റെ പാപം വഹിക്കാൻ ചിന്തിയ ഈ രക്തത്തിൻ്റെ വില നീ കാണുക. നീ എന്നെ സ്നേഹിക്കുക. ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല, നീ എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കാൻ യേശു നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സ്നേഹിക്കാൻ കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കെഞ്ചുന്നു. മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം കിട്ടുവാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അത്ഭുതകരമായ സ്വർഗീയ സ്നേഹം ഇപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും തഴുകാൻ തുടങ്ങുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവ് പറയൂ, കർത്താവേ, ഈ പാവിയായ എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ. പരിശുദ്ധനായ നിത്യനായ ദൈവമേ, നിന്റെ തൃക്കരം എൻ്റെ തലമേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വകയായിരിക്കും. യേശുവേ, നിനക്കായി ഞാൻ മാത്രം ജീവിക്കും, നിനക്കായി മാത്രം ഞാൻ ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കുകയും. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മാത്രം ദാസനായിരിക്കും, ഞാൻ നിൻ്റെ മാത്രം ദാസിയായിരിക്കും. ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമ. യേശുവേ, ഞാൻ ഇന്നു മുതൽ പാപം തൊടാതെ ജീവിക്കും, പാപത്തിൻ്റെ കണകേശാതെ ഞാൻ ജീവിക്കും, പാപത്തിൻ്റെ ഒരല്പം പോലും എൻ്റെ മേൽ പടരാതെ ഞാൻ ജീവിക്കും, പാപത്തിൻ്റെ ഒരു കണിക പോലും ലേശാതെ ഞാൻ ജീവിക്കും. ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വാഴ്ത്തണമേ. നാഥ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നാഥനെ ഒരുമിച്ച് സ്തുതിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്നവിടുന്ന് കൽപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും ഉപദ്രവവും വരുമ്പോൾ എൻ്റെ യേശു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാഥായി മക്കളെല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എല്ലാവരെയും തൃക്കരം തൊട്ട് പറഞ്ഞയക്കണമേ, ഇത് രക്തം പുരട്ടി പറഞ്ഞയക്കണമേ. കർത്താവരെ, അവിടുത്തെ പ്രിയമക്കളായി ഇനിയുള്ള കാലങ്ങൾ ജീവിക്കുവാനും അടുത്ത രണ്ടാമത്തെ വരയിൽ പറന്നു വീരുവാനും ഏതിൻ്റെ മക്കളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.